കണ്ണു തുറക്കും മോനെ. എന്നിട്ട് ദേ നേരെ ഇങ്ങോട്ട് നോക്കി. ആദ്യമായിട്ട് കണി കാണിച്ചത് കണ്ണേട്ടനെയാ. ഇത് കഴിഞ്ഞിട്ടേ ഇനി ഉണ്ണിയേട്ടനെ കാണിക്കുന്നുള്ളൂ. എന്റെ കണ്ണാ, കഴിഞ്ഞ വർഷം നീ കണ്ടതേ കാണാൻ പാടില്ലാത്ത ഒരുത്തിയാ. അതുകൊണ്ട് ഒരു വർഷം പോയില്ലേ? എടാ, അവള് നിന്റെ ഉയിരെടുത്തോണ്ട് അവളുടെ പാട്ടിന് പോയില്ലേ? അതിനെന്താ അമ്മേ, ഈ വർഷം കണ്ണേട്ടൻ അടിപൊളിയായിരിക്കും. അതേടി, എന്റെ ഭാര്യ ഒരുക്കിയ വിഷുക്കണിയും എന്റെ മഹിയെ ഞാൻ കണ്ടത്. അതിന്റെ എല്ലാ ഐശ്വര്യവും എനിക്കുണ്ടാവും. ആ മോളെ, ഇനി അവനെ കൊണ്ടുപോയി കണി കാണിക്കേ. ശരി അമ്മ. ആ അല്ല, അനുമതി നിന്നേ. വിഷു കൈ നീട്ടാം. അയ്യോ, മൂത്തവര് ഇളയവർക്കാ കൊടുക്കേണ്ടത്. ദൈവമേ, ദാ ഇതങ്ങോട്ട് പിടിച്ചേ. ഈശ്വരാ. ഇനി അമ്മയ്ക്ക്. ഭഗവാനെ. ആ ഇനിയേ മോള് കൊണ്ടുപോയി അവന് വിഷുക്കണി കാണിക്കേ. ആ അവള് മിക്കവാറുവേ അവളുടെ പുതിയ ഭർത്താവിനെ കണി കാണിച്ചു കാണും. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനെ. ഇന്നെന്തായാലും അങ്ങനെ ഒരുത്തനെ അവൾക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാ രാവിലെ എന്റെ മഹി എന്നെ ഉണർത്തിയത്. വിഷുവായിട്ടേ ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞാ കൂടി പോവടാ. എന്റെ അമ്മോ, എടാ, ഇങ്ങനെ സ്നേഹിച്ച് മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന ഒരുത്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഓ, അതെ അതെ, കണ്ണ് തുറക്കാതെ എഴുന്നേക്ക്. ഓ, കളഞ്ഞു. നിങ്ങൾ എന്തിനാ എന്റെ മുഖത്തേക്ക് നോക്കിയത്? എഴുന്നേറ്റിട്ട് ഇതിലേക്ക് നോക്കിക്കൂടായിരുന്നോ? നിന്റെ മുഖം അങ്ങനെ വൃത്തിയായിട്ട മുഖമാണെന്ന് നിനക്ക് തന്നെ ബോധ്യമുണ്ടല്ലേ? വിഷയമായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. കരുണേ, നിന്റെ മുഖം കണ്ടാലും ഈ കണി കണ്ടാലും ഈ വർഷമായിരിക്കും നമ്മുടെ ഏറ്റവും മോശം വർഷം. നിങ്ങളെ കൊണ്ടുവന്ന് വിഷുക്കണി കാണിച്ച് എന്നെ പറഞ്ഞാ മതിയല്ലോ. അതൊക്കെ കണ്ണേട്ടൻ. ദേ, വീൽ ചെയറിലാണെങ്കിലും കണ്ണടച്ചു വന്ന കതക് തുറന്നത്. എന്നിട്ട് നേരെ നോക്കിയത് ദേ ഇതിനകത്താ. അതിനു മുമ്പ് തന്നെ അയാള് കാണേണ്ട വിഷുക്കണിയൊക്കെ കണ്ടു കാണും. അടുത്ത ഓണം വരെയൊന്നും ഇത് പോവില്ല കേട്ടോ. എന്ത്? അല്ല, ഇനി എനിക്ക് നിങ്ങളെ സഹിക്കാൻ പാടാം. അതുകൊണ്ട് ഓണത്തിന് മുൻപ് നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കണ്ടേ പറ്റൂ. ഇത്തരം സംസാരമൊക്കെ നിർത്തിക്കോ. ഇന്ന് രാവിലെ അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ. അവിടെയൊക്കെ പോയി ദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് രാവിലെ വിശാലമായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ നോക്ക്. അതിനുശേഷം ചിലപ്പോ ഏതു നേരം വിശക്കുന്ന നിനക്ക് ആഹാരത്തോട് വെറുപ്പ് തോന്നും. ചിലപ്പം ഒന്നും കഴിക്കത്തുമില്ല. ഇന്നലെ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അതുപോലും നിങ്ങൾ ചെയ്തില്ല. അത്രയ്ക്ക് വിലയെ നിങ്ങൾ എനിക്ക് തരുന്നുള്ളൂ. അവിടെയാ കണ്ണേട്ടൻ വേറിട്ട് നിൽക്കുന്നത്. എന്നാ പിന്നെ നീ അങ്ങേരെയും കെട്ടിക്കോ. ഇനിയിപ്പോ അതിന് പറ്റില്ലല്ലോ. പക്ഷെ അങ്ങേർക്കൊരു വൈകല്യം ഇല്ലായിരുന്നെങ്കിലേ അങ്ങേരെ പോലൊരു ഭർത്താവിനെ ഞാനെന്നല്ല ഈ ലോകത്ത് ഏത് പെണ്ണും ആഗ്രഹിക്കും, വേണോന്ന് പറയും, അതിനുവേണ്ടി മത്സരിക്കും. ഇനിയിപ്പോ മത്സരിച്ചിട്ടൊന്നും കാര്യമില്ല. അയാൾക്ക് വേറെ അവകാശികളുണ്ട്. ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ഇല്ല. ആ,
ഇല്ലാതിരുന്ന ഭാഗ്യം. ഓ, അയ്യോ, നല്ലൊരു വിഷു ആയിരുന്നു ഇതുവരെ. നിങ്ങളെ കൊണ്ടൊന്ന് വിഷുക്കണി കാണിച്ചതോടെ അത് പോയി കിട്ടി. കഴിവില്ലെങ്കിൽ എന്താ, മനുഷ്യനെ ചൂട് പിടിപ്പിക്കാനും വിഷമിപ്പിക്കാനും നല്ല വിരുദ. ആരാണോ എന്തവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്? മനുഷ്യന്റെ ഉയരെടുക്കാൻ വേണ്ടിട്ട്. എന്റെ കൃഷ്ണ, നീ എവിടെയാ? ഭഗവാനെ, ഭഗവാനെ, എന്റെ ഭഗവാനെ, 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 എന്റെ കൃഷ്ണ, ഞാനും എന്റെ മോനും എന്റെ കൊച്ചുമോളും അവളുടെ ഭർത്താവും മാത്രം നന്നാവണേ. ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ ശത്രുക്കളെല്ലാം പരാജയപ്പെട്ട് ഞങ്ങളും മാത്രം വിജയിക്കണേ കൃഷ്ണ. ഭഗവാനെ, കൃഷ്ണ ഭഗവാനെ. അമ്മയായിരിക്കും വിഷുക്കണിയായിട്ട് മുന്നിൽ നിൽക്കുകയായിരിക്കും. കണ്ണു തുറന്നിട്ട് മുകളിലത്തെ ഭിത്തി കാണാൻ പാടില്ല. കൃഷ്ണ, അമ്പാടിക്കണ്ണ, അമ്മേ. എന്താടാ പ്രതാപ? എടാ എടാ എണീക്കടാ മോനെ. പ്രതാപ എഴുന്നേറ്റേ. എടാ എന്തു പറ്റിയെന്ന്? എന്റെ ദൈവമേ. യോ പ്രതാപ, എടാ പ്രതാപ, എടാ എണീക്കടാ. എടാ എണീക്കേ. എടാ പ്രതാപ, പ്രതാപ, എടാ ഇത് ഞാനാടാ. ചുമ്മാ നടന്നാലേക്കല്ലേ? ഞാനാടാ. ഓ എന്താമ്മേ, എന്താ ഇവിടെ? എടാ നിനക്ക് എന്താ പറ്റിയേ? ആരോ ഒന്ന് തോളി തട്ടി വിളിച്ചപ്പോ വിഷുക്കണിയായിട്ട് അമ്മ വന്നതാ കരുതിയേ. എടാ ഞാൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു, അപ്പോഴല്ലേ നിന്റെ നിലവിളി കേട്ടെ. അതിനുമുമ്പേ കണി കാണിക്കാനായിട്ട് ഒരുത്തൻ വന്നമ്മേ. ആര്? അന്ന് ചത്തുപോയ വിശ്വനാഥൻ. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ഈ വെളുപ്പാങ്കാലത്ത് അവനെത്തിയോ? പ്രേതങ്ങൾക്ക് വെളുപ്പാങ്കാലത്തൊന്നോ രാത്രിന്നോ വല്ലോ ഉണ്ടോ അമ്മേ? ഇരുട്ട് മാറിയിട്ടില്ലല്ലോ. അയ്യോ, അവനെന്നെ ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ഇങ്ങനെ അനുഗ്രഹിച്ചോണ്ടിരിക്കായിരുന്നു.
വിളക്ക് ചിരിച്ചോട്ട്. ഷടാ, ഇത് വലിയ ശല്യായല്ലോ. ഇനി വല്ല പൂജയും മന്ത്രവാദവും നടത്തി അവനെ ഇവിടുന്ന് ഒഴിപ്പിക്കാന്ന് വെച്ചാ അത് സംഭവിക്കത്തില്ല. അയ്യോ, എത്ര പൂജയും മന്ത്രവാദവും നടത്തിയാലും ആ ആത്മാവ് ഒഴിഞ്ഞു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അയ്യോ, നീ ശരിക്കും കണ്ടോടാ? ഇങ്ങനെ എന്റെ മുമ്പിലുണ്ട്. ഇങ്ങനെ ആകെ അനുഗ്രഹിച്ചു. അയ്യോ അമ്മ, അയ്യോ അമ്മേ, അമ്മേ, അങ്ങോട്ട് പോവാമേ. അല്ല, അവിടെ വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ചിരിക്കുക. എനിക്ക് നാമം ചൊല്ലണം. അമ്മേ, ഇവിടെ നിൽക്കാമേ, എനിക്ക് പേടിയാവുന്നമ്മേ. ഈ മുറി നിന്ന എനിക്ക് അതിനേക്കാളും പേടിയാ. അമ്മേ, അമ്മേ, എന്നാ പിന്നെ ഞാനും വരാം. വേണ്ട വേണ്ട, കുളിച്ചിട്ട് അങ്ങോട്ട് വന്നാ മതി. കുളിച്ചിട്ടാണോ വിഷക്കടി കാണുന്നേ? ഞാനേ ഒരു കാര്യം ചെയ്യാം, ഞാൻ കണി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കാം. നീ ഇവിടെ കയറി കഥ കടച്ചിരുന്നു, നേരെ ഒന്ന് വെളുക്കട്ടെ. അമ്മ പോകുമ്പോ അവൻ വീണ്ടും വരുമേ. അയ്യോ, അങ്ങനെ അവൻ വരുവാണെങ്കിലേ അവനോട് പറ, അങ്ങനെ വരാതിരിക്കാൻ എന്ത് വേണേലും തരാന്ന്. അമ്മേ, അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞതേ അതിന്റെ ഒരു നടപ്പ് വശമാ. എന്നാ തൽക്കാലം ഈ മുറിക്കകത്ത് എനിക്ക് നിക്കാൻ പറ്റൂല. ഇത് പ്രേതം കൂടിയ മുറിയാ. അയ്യോ, അയ്യോ, അമ്മേ, അയ്യോ, അമ്മേ. വേണ്ട വേണ്ട. അയ്യോ, ദൈവമേ, ദൈവമേ, അയ്യോ, രക്ഷിക്കണേ. ആഹാ, എത്തിയോ? കണ്ണീട്ട് തന്ന വിഷ്കോടിയാ ഞങ്ങൾ രണ്ടാളും ഇട്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? കണ്ണേട്ടന്റെ സെലക്ഷൻ അല്ലേ, പിന്നെ മോശാവോ? കണ്ണൻ സാറോടെ വിഷുക്കണിയെ കണ്ടോ? കണ്ണേട്ടൻ കണ്ടതേ ഞാൻ ഇവിടുന്ന് കാണിച്ചു കൊടുത്ത വിഷുക്കണിയാ. പിന്നെ എന്റെയും ലേഖയുടെയും അനന്തുവേട്ടന്റെയും മുഖവും. അതെന്തുകൊണ്ട് നന്നായി എടുത്തി. കഴിഞ്ഞ വർഷത്തെ വിഷുവൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ട് ഏട്ടത്തെ കരയിക്കാൻ നോക്കുമായിരുന്നു കരുണയുടെ അച്ഛൻ. അതുകൊണ്ട് എന്ത് പറ്റി മഞ്ജു? കഴിഞ്ഞ വിഷു മുതല് ഈ വിഷു വരെയുള്ള കാലം ഒന്ന് ആലോചിച്ച ലക്ഷ്മി മാഡത്തിനും കണ്ണൻ സാറിനും നല്ലതല്ലേ വന്നിട്ടുള്ളൂ. എന്നാ അതുപോലെ അല്ലല്ലോ ബാക്കി അവരുടെയൊക്കെ ജീവിതത്തില് ദുരന്തം ഉണ്ടായില്ലേ? കണ്ണൻ സാറ് ഞങ്ങൾക്കൊപ്പം മല ചവിട്ടി അയ്യപ്പ ദർശനവും നടത്തി. ഭഗവാൻ സാറിന്റെയും മാഡത്തിന്റെയും ശത്രുക്കളെയെല്ലാം തകർത്ത് കളയുകയും ചെയ്തു. ഇനി അടുത്ത വിഷു ആവുന്നതിന് മുമ്പ് ഏട്ടത്തിയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടാവും. എന്റെ മാത്രല്ല, നിങ്ങൾ രണ്ടാളും ഇതുപോലെ വിഷുവിന് വരുമ്പോ നിങ്ങളുടെ കയ്യിലും ഒരു കുഞ്ഞുണ്ടാവണം. തൽക്കാലം അതിന് കഴിഞ്ഞില്ലെങ്കിൽ പോലും നിന്റെ വയറ്റിലെങ്കിലും ഒരു കുഞ്ഞു വേണം മഞ്ജു. അല്ല, ലേഖിച്ചി ഇവിടെ? ആ, ലേഖ പാചകത്തില. നിങ്ങൾ വാ. ആഹാ, വളരെ വിശാലമായിട്ടാണല്ലോ കണിയൊരുക്കിയിരിക്കുന്നത്. അതിലേക്ക് ഏട്ടത്തിക്ക് ഒരു പ്രത്യേക കഴിവാ. നിങ്ങൾ രണ്ടാളും വിഷുക്കണിയൊക്കെ കണ്ടിട്ടാണോ വരുന്നത്? ഏതായാലും ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചോ. അപ്പോഴേ അമ്മ ക്ഷേത്രത്തിലോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടം വരെ ഒന്ന് പോണം. എന്നാ പിന്നെ ഞാനും കൂടെ വരാം എടുത്തി.
സാഗറെ, മഞ്ജു, സാഗറെ ഇരിക്ക്. വാ മഞ്ജു. അല്ല, കണ്ണൻ സാർ വരത്തില്ലേ സാറേ? ആ, വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, ഇവിടുന്ന് സദ്യ കഴിച്ചിട്ടേ അവൻ പോകത്തുള്ളൂ. പിന്നെ ആ ഉണ്ണിക്ക് എന്തൊക്കെയോ ചെറിയ സംശയങ്ങളുണ്ട്. അതവനും ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വരവും പൊക്കൊക്കെ നടക്കത്തുള്ളൂ. ഇപ്പൊ ജോലിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പിന്നാലെ പോവാലോ. സംശയിച്ചിട്ട് ഇനി കള്ളങ്ങൾ കണ്ടുപിടിച്ച അതുകൊണ്ട് അവന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല സാറേ. ആ ദേഷ്യം കണ്ണൻ സാറിനോടും ലക്ഷ്മി മേഡത്തോടും തീർക്കാൻ ശ്രമിച്ച മാർക്കോയുടെ കൈയുടെ ചൂട് അവൻ അറിയും. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തിനാ മഞ്ജു എന്നെ ഇങ്ങനെ ഒരുക്കുന്നേ? ഇന്നേ കണ്ണേട്ടൻ വിഷുവായിട്ട് വരുമല്ലേ, അപ്പൊ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോ ഈട്ടത്തെ കുറിച്ച് സുന്ദരിയായിട്ട് കണ്ടോട്ടെ. അത് കൊള്ളാം. എന്നും കണ്ണേട്ടൻ എന്നെ കാണുന്നതല്ലേ. അമ്മ ഇപ്പൊ തൊഴുതിറങ്ങും. അതിനു മുൻപേ നമ്മൾ അവിടെ എത്തണം. ഏട്ടത്തിയുടെ അമ്മയല്ലേ, വിഷുവായിട്ട് ഏട്ടത്തിയെ കാണാതെ പോവോ? അതെ, അമ്പലത്തിൽ പോയിട്ട് പെട്ടെന്ന് വരണേ മഹി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാ. ആയിക്കോട്ടെ. വാ. സുന്ദരിയായിട്ടില്ലേ? അല്ലെങ്കിലും മഹാലക്ഷ്മി മഹാലക്ഷ്മി അല്ലേ? അതെ. അല്ല, ലേഖിച്ച് വരുന്നില്ലേ അമ്പലത്തിലേക്ക്? ഞാൻ വന്നാലേ പാചക പരിപാടി നടക്കില്ല. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. വാ. അതാരാ വരുന്നേ നോക്കി. അമ്മയ്ക്ക് കണ്ണേട്ടൻ വാങ്ങിക്കൊടുത്ത വിഷുക്കോടിയാ. നന്നായിട്ടുണ്ടല്ലേ? അതെ. കണ്ണേട്ടൻ അമ്മയ്ക്ക് തന്ന വിഷുക്കോടി നന്നായിട്ടുണ്ടെന്ന് ഞാൻ മഞ്ജുനോട് പറയായിരുന്നു. അതെ. ഇതെനിക്ക് കണ്ണൻ വാങ്ങി തന്നതാണെന്ന് അവിടെ ആർക്കും അറിയില്ല. കണ്ണൻ കരുണയുടെ കയ്യിൽ അവളുടെ അച്ഛനും മുത്തശ്ശിക്കൊക്കെ ഡ്രസ്സ് വാങ്ങി കൊടുത്തു വിട്ടിരുന്നില്ലേ, അത് കാണിച്ച് എന്നെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുക രണ്ടാളും. അത് മാത്രമല്ലല്ലോ, വലിയൊരു നെക്ലസ് അല്ലേ കണ്ണേട്ടൻ കരുണയ്ക്ക് കൊടുത്തത്. അതൊക്കെ ഏട്ടത്തിയോടുള്ള ദേഷ്യം കൊണ്ട് വാങ്ങിക്കൊടുത്തായിരിക്കും അവള് വിചാരിക്കുന്നത്. അവൾ അങ്ങനെ വിചാരിച്ചോട്ടെ മോളെ. എങ്ങനെയും മോളുടെ പ്രസവം വരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം. എന്റെ മോൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞ് ജനിക്കണം. അതേപ്പറ്റി മാത്രം നമ്മൾ ഇപ്പൊ ചിന്തിച്ചാ മതി. വിഷുവായിട്ട് അവിടെ വന്ന അമ്മയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് കാണാന്ന് അമ്മയോട് പറഞ്ഞത്. ഐശ്വര്യമായിട്ട് ആ കൈനീട്ടം ഇങ്ങി തന്നേ. മോൾക്കുണ്ട്. വാ. പിന്നെ വിഷുവായിട്ട് എല്ലാവരും കണി കണ്ടപ്പോ കരുണയുടെ അച്ഛന്റെ കണി ഭയങ്കര വിചിത്രമായിരുന്നു മോളെ. അയാള് കണ്ടത് മരിച്ചുപോയ ആരുടെ ആത്മാവിനെയാ. രാവിലെ ചിരിച്ചോണ്ട് അനുഗ്രഹം കൊടുത്തു എന്നാ പറഞ്ഞത്. അങ്ങേരെ ആരെങ്കിലും കൊന്നു കാണും. അവരുടെ പ്രേതമായിരിക്കും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്.
ആരെയാ കണ്ടതെന്നൊന്നും പറഞ്ഞില്ലേ? മഞ്ജുവിന്റെ അച്ഛനെയാണല്ലോ അയാള് ലോറി ഇടിച്ചു കൊന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെയാണെന്ന് പറയാനും പറ്റില്ലല്ലോ. ആരെ കണ്ടേന്നൊന്നും പറഞ്ഞില്ല മോളെ. എന്തായാലും ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ ഏതോ പ്രേതം വന്ന് ശല്യം ചെയ്യുന്നുണ്ട്. അയാളെ പോലുള്ളവര് ഭയന്ന് സമനില തെറ്റി നടക്കണം, ചെവിയിൽ പൂ വെച്ച് നടക്കണം. ആ, ഇനി അമ്പലത്തിൽ നിന്ന് അവിടെ ചെന്നിട്ട് വേണം രാവിലെയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ. എന്നോട് ദേഷ്യമാണെങ്കിലും അങ്ങേരുടെ അമ്മ അടുക്കളയിലൊന്നും കയറത്തില്ല. ഞാൻ തന്നെ എല്ലാം കാലമാക്കി കൊടുക്കണം. എന്നാ പിന്നെ നിങ്ങൾ ചെന്ന് പ്രാർത്ഥിക്ക്. കണ്ണൻ ഇന്ന് വിഷുവായിട്ട് അനന്തുവിന്റെ വീട്ടിലേക്ക് വരത്തില്ലേ മോളെ? വരാന്ന് പറഞ്ഞിട്ടുണ്ടമ്മേ. സദ്യയൊക്കെ ഒരുമിച്ച് കഴിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യ. പക്ഷേ വലിയൊരു സത്യം മറച്ചു വെച്ചതുകൊണ്ട് പിടിക്കപ്പെടാതെ നോക്കണം രണ്ടാളും. ഞാൻ പിന്നെ വിളിച്ചോളാം മോളെ. ശരി അമ്മേ. പോട്ടെ മോളെ. ശരി.